1231 സ്പെയിനിലെ കരവേക്ക ദെലാക്രൂസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1231 മാർച്ച് 3 ഫാദർ പെരേസ് ചിരീനോസിനോട് വിജാതീയനായ രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ ബലിപീഠത്തിലുണ്ടായിരുന്ന ക്രൂശിത രൂപം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇത് കണ്ട് ഭയന്ന് മനക്ലേശത്താൽ പുരോഹിതൻ വിശുദ്ധ കുർബാന നിർത്തിവെച്ചു. വിശുദ്ധ കുർബാന തുടരണമെങ്കിൽ കുരിശ് ആവശ്യമാണെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. ആ നിമിഷത്തിൽ തന്നെ 2 മാലാഖമാർ ഒരു ക്രൂശിത രൂപം ബലിപീഠത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത് രാജാവ് കണ്ടു. അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ കൂദാശ വചനം ഉച്ചരിച്ചപ്പോൾ വീണ്ടും ഒരു അത്ഭുതം കൂടി ഉണ്ടായി. തിരുവോസ്തിയുടെ സ്ഥാനത്ത് സുന്ദരനായ ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടു. ഈ 2 അത്ഭുതങ്ങളും നേരിട്ട് കണ്ട മുസ്ലിം മതവിശ്വാസിയായിരുന്ന രാജാവും രാജ്ഞിയും ആ ദിവസം തന്നെ സ്നാനപ്പെട്ട് വിൻസെൻ്റ് എന്നും എലീന എന്നും പേര് സ്വീകരിച്ചു. ഈ അത്ഭുതത്തെക്കുറിച്ച് നിരവധി രേഖകളുണ്ട്. പക്ഷെ എങ്കിലും ഏറ്റവും വിശ്വസനീയമായത് വിശുദ്ധ ഫെർഡിനാൻഡ് രാജാവിൻ്റെ ചരിത്രകാരനായ ഹില്ലസ് സമോറോ എന്ന ഫ്രാൻസിസ്കൻ വൈദികൻ്റേതാണ്. 1998 ജോൺ പോൾ II മാർപ്പാപ്പ ഈ അത്ഭുതത്തിൻ്റെ 7ാം വാർഷികത്തിൽ ഒരു ജൂബിലി ആഘോഷിക്കാനായിട്ടുള്ള പ്രത്യേക അനുവാദം നൽകി. 2003 പ്രത്യേക ജൂബിലി ആദ്യമായി ആഘോഷിച്ചത്. ഈ അവസരത്തിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായി തീർന്ന കർദിനാൾ റാറ്റ്സിംഗർ ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.